നമസ്കാരം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ 162-ാം ഡിവിഷനിലെ 460-ാം കോംബാറ്റ് ബ്രിഗേഡിലെ സൈനികർ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റുമായി ചേർന്ന് കമൽ അദ്വാൻ ഹോസ്പിറ്റൽ ഏരിയയിൽ പ്രവർത്തിച്ചു. ഇന്ന് പുറത്തുവന്ന സുപ്രധാന റിപ്പോർട്ട് നിരവധി ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്തു എന്നാണ്. ഓപ്പറേഷൻ സമയത്ത് ഹമാസ് ഭീകരർ ഉപയോഗിക്കുന്ന ആശുപത്രിക്ക് സമീപമുള്ള ഒരു കെട്ടിടം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയിരുന്നു. വെടിവെപ്പ് നടന്നു. അതിൽ നിരവധി ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 70 ഭീകരവാദികൾ കീഴടങ്ങുകയും ആയുധങ്ങളുമായി കെട്ടിടം വിടുകയും ചെയ്തു. ഷിൻബെറ്റ് കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് സുപ്രധാന വിവരം. തീരപ്രദേശത്ത് ഭീകരവാദികൾക്ക് നിയന്ത്രണം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഹമാസ് ഭീകരവാദികൾ കൂട്ടത്തോടെ ഇസ്രായേൽ സൈനികർക്ക് കീഴടങ്ങുന്നതിന്റെ വാർത്തകൾ തുടർച്ചയായി പ്രചരിക്കുന്നുണ്ട്. അതേസമയം വടക്കൻ ഗാസയിലുണ്ടായ കനത്ത പോരാട്ടത്തിൽ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം 10 IDF സൈനികർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും ഹമാസ് ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടി ലഭിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഹമാസിന് കനത്ത തിരിച്ചടി ലഭിക്കുമ്പോഴും ഹമാസ് വിജയിക്കുമെന്ന് വാഴ്ത്തിപ്പാടുന്ന മലയാളം മാധ്യമം ഉണ്ട് എന്നതാണ് ഏറെ രസകരം. ഏതാണ് ആ മാധ്യമം എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.